ചേസിംഗ് മൺസൂൺ സാഹസിക ടൂറിസം പരിപാടി നാളെ. ടൂറിസം സംരംഭകരുടെ കൂട്ടായ്മയായ അസോസിയേഷൻ ഓഫ് റെസ്പോൺസിബിൾ ആൻഡ് എക്സ്പെരിമെൻ്റൽ ടൂറിസം എൻ്റർപ്രണേഴ്സ് ഓഫ് മലബാർ, ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ നേതൃത്വത്തിൽ വടക്കേ മലബാറിലെ മലയോര വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പരിചയപ്പെടുത്തുന്നതിനായി ചേസിംഗ് മൺസൂൺ എന്ന പേരിൽ സാഹസിക ടൂറിസം പരിപാടി സംഘടിപ്പിക്കുന്നു. പരിപാടിയുടെ ഉദ്ഘാടനം 25-ന് വ്യാഴാഴ്ച 2:30 പഞ്ചായത്ത് ഹാളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ നിർവഹിക്കും. റിട്ടയേർഡ് ബ്രിഗേഡിയർ TC അബ്രഹാം അധ്യക്ഷനാകും. DDPC സെക്രട്ടറി ജിജേഷ് കുമാർ മുഖ്യാതിഥിയാകും. മലയോരത്തെ പ്രകൃതിദത്ത ടൂറിസം കേന്ദ്രങ്ങൾ, സംസ്കാരം, തനത് ഭക്ഷണം, വാട്ടർ സ്പോർട്സ്, വൈറ്റ് വാട്ടർ റാഫ്റ്റിംഗ്, ഹിൽ ട്രക്കിംഗ് എന്നിവ വിനോദസഞ്ചാരികൾക്ക് പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ടൂറിസം രംഗത്തെ നവസംരംഭകർക്കുള്ള പരിശീലനവും നൽകുമെന്ന് ഭാരവാഹികളായ മോഹൻകുമാർ നാരന്തട്ട, AM രാജീവൻ, രാഹുൽ നാരായണൻ, ജോസ് അഗസ്റ്റിൻ എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ 7 വർഷത്തോളമായി ഉത്തര മലബാറിൻ്റെ കണ്ണൂർ, കാസർഗോഡ്, മാഹി വരെയുള്ള ഭാഗങ്ങളിലെ ടൂറിസം രംഗത്ത് നിർണായകമായ സ്വാധീനം ചെലുത്തുന്ന ഒരു സംഘടനയാണ് ആർട്ടം. ആർട്ടം എന്ന് പറഞ്ഞാൽ അസോസിയേഷൻ ഓഫ് റെസ്പോൺസിബിൾ ആൻഡ് എക്സ്പീരിയൻഷ്യൽ ടൂറിസം എൻ്റർപ്രണേഴ്സ് ഓഫ് മലബാർ എന്നാണ് അതിൻ്റെ പൂർണ്ണരൂപം. അനുഭവയോഗ്യ ടൂറിസം നമ്മുടെ നാട്ടിൽ സാധാരണ റിസോർട്ട് അതിൽ നിന്ന് വിഭിന്നമായി അനുഭവയോഗ്യമാക്കുക. ടൂറിസം എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് വരുന്ന ടൂറിസ്റ്റുകളെ നമ്മുടെ നാട്ടിലെ വൈവിധ്യമാർന്ന സംസ്കാരം, ഭക്ഷണം, ബാക്കിയുള്ള ഡെസ്റ്റിനേഷൻസ്, മൈക്രോ ഡെസ്റ്റിനേഷനിലും സഞ്ചാരികളെ കാണിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ്. അതുപോലെ തന്നെ നമ്മുടെ 65ഓളം വരുന്ന മെമ്പേഴ്സ്, ചെറുപുഴ പഞ്ചായത്തിൽ തന്നെ 5-6ഓളം മെമ്പേഴ്സ് തന്നെ നമ്മുടെ ആർട്ടമിനായിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ പ്രചോദനം നൽകി പരിപോഷിപ്പിച്ച് കൂടുതൽ മെമ്പർമാർക്ക് ടൂറിസം രംഗത്ത് പരിശീലനം നൽകി വരുന്ന ഒരു നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷനാണ് ആർട്ടം ഇന്ന്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായി കണ്ണൂർ, കാസർഗോഡ് ജില്ലയിൽ കഴിഞ്ഞ വർഷങ്ങളിൽ ഞങ്ങൾ നിരവധി പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മൺസൂൺ കാലത്ത് പ്രത്യേകിച്ച് തുളുനാട് മൺസൂൺ ട്രെയിൽ എന്ന രീതിയിൽ കാസർഗോഡ് ജില്ലയിൽ കഴിഞ്ഞ വർഷം പരിപാടി നടത്തിയിട്ടുണ്ടായിരുന്നു. വേൾഡ് ടൂറിസം ഡേ സമയത്ത് അതിനോടനുബന്ധിച്ച് പല വിവിധ പരിപാടികൾ നടത്തിയിരുന്നു. അത് കണ്ണൂർ ജില്ലയിൽ ചെറുപുഴ പഞ്ചായത്തിൽ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഈ പരിപാടി നടത്തി വരുന്നത്. അതിന് ചെറുപുഴ പഞ്ചായത്ത് നല്ലൊരു സഹകരണം തരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നാട്ടുകാരും നല്ല സഹകരണമാണ് തരുന്നത്. അപ്പോൾ പ്രോഗ്രാമിൻ്റെ ചേസിംഗ് മൺസൂൺ എന്നൊരു പ്രോഗ്രാമാണ് ഞങ്ങളിവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ വിശദമായ വിവരങ്ങൾ നമ്മുടെ വൈസ് പ്രസിഡന്റ് മോഹൻകുമാർ നാരന്തട്ട ഇവിടെയുണ്ട്. മുൻ സെക്രട്ടറിയും ഈ പ്രോഗ്രാമിൻ്റെ ഡയറക്ടർ കൂടി, ചേസിംഗ് മൺസൂൺ എന്ന പ്രോഗ്രാമിൻ്റെ ഡയറക്ടർ കൂടിയായ രാഹുൽ നാരായണനുണ്ട്. നാട്ടുകാരനും നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പറായ ജോസ് അഗസ്റ്റിൻ ഇവിടെയുണ്ട്. ഇവരൊക്കെ വിശദമാക്കും. വൈസ് പ്രസിഡന്റ് മോഹൻകുമാർ നാരന്തട്ടയെ ഞാൻ ക്ഷണിച്ചുകൊള്ളു. എല്ലാവർക്കും നമസ്കാരം. ഈ ഉത്തരവാദിത്വ അനുഭവവേദ്യ ടൂറിസം സംരംഭകരുടെ, മലബാറിലെ ടൂറിസം സംരംഭകരുടെ ഒരു കൂട്ടായ്മയാണ്, രജിസ്റ്റേർഡ് കൂട്ടായ്മയാണ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം ആർട്ട്. ഇത് ഒരു സെൽഫ് സപ്പോർട്ടിംഗ് സിസ്റ്റമാണ്. അതായത് പുതുതായി രംഗത്ത്, ടൂറിസം രംഗത്ത് വരുന്ന ആളുകൾക്ക്, വരുന്ന സംരംഭകർക്ക് വേണ്ട പ്രാഥമികമായ അറിവുകൾ, അവർക്ക് വേണ്ട പരിശീലനം, ഇത് ഞങ്ങളുടെ നേരത്തെ തുടങ്ങിയവരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്തുകൊണ്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതികൾ, അതുപോലെ ഈ സംരംഭകരെ ബാധിച്ചു കൊണ്ടിരിക്കുന്ന ദൈനംദിന പ്രശ്നങ്ങളെ സർക്കാർ തലത്തിലും മറ്റ് ഏജൻസി തലത്തിലും നമ്മൾ അവർക്ക് പ്രമേയം വഴിയും കൂടിക്കാഴ്ച വഴിയും അത് അവതരിപ്പിച്ച് അതിനുള്ള പരിഹാരം തേടുക. ഇതൊക്കെയാണ് ഈ സംഘടനയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഈ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് തന്നെ ഒരുപാട് പുതിയ സംരംഭകരെ ഈ രംഗത്തേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ട പ്രചോദനങ്ങളും ട്രെയിനിങ്ങുകളും പരിശീലനങ്ങളും ഒക്കെ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. മന്ത്രിമാരെയും നമ്മുടെ ജനപ്രതിനിധികളെയും പഞ്ചായത്തുകളെയൊക്കെ സമീപിച്ച് അതത് പ്രദേശത്തേക്ക് വേണ്ട ടൂറിസം സാധ്യതകളെ വിപുലീകരിക്കാൻ ആവശ്യമായത് എന്തൊക്കെ വേണം അതൊക്കെ ഞങ്ങൾ ചെയ്തു കൊടുക്കാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ കാസർഗോഡ്, കണ്ണൂർ ജില്ലയിലെ മലയോര പ്രദേശങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് ഇപ്രാവശ്യം ഒരു മൺസൂൺ പ്രോഗ്രാം സംഘടിപ്പിക്കാൻ ഞങ്ങളുടെ ആർട്ടം തീരുമാനിച്ചു. അങ്ങനെയാണ് ഏറ്റവും അധികം സാധ്യതകളുള്ള സാഹസിക വിനോദത്തിന്, വാട്ടർ സ്പോർട്സിന്, അതുപോലെ ട്രക്കിങ്ങിന്, അതുപോലെ ഇവിടെ ഒരു നേച്ചുറൽ കേവ് എക്സ്പ്ലോറേഷൻ, ഗുഹാ പര്യടനം,
ഇതൊക്കെ സാധിക്കുന്ന തരത്തിൽ വലിയൊരു ഡെസ്റ്റിനേഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള വലിയ സാധ്യതയാണ് ചെറുപുഴ പഞ്ചായത്തിൽ ഉള്ളത്. പുളിങ്ങോം, ചെറുപുഴ ഇതെല്ലാം പുറത്തിറങ്ങി. ഇവിടെ തന്നെ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് മെമ്പർ മിസ്റ്റർ ജോസ് ആഗസ്റ്റിൻ വളരെ സജീവമായിട്ട് ടാബോർ ഏരിയയിൽ അദ്ദേഹത്തിൻ്റെ ഹോം സ്റ്റേ തുടങ്ങിക്കഴിഞ്ഞു. ഇവിടെ വേറെ ഞങ്ങളുടെ 3-4-5 മെമ്പർമാരും സജീവമായിട്ട് ഈ രംഗത്തുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റും പ്രതിനിധികളുമായിട്ട് സംസാരിച്ചതിൻ്റെ പേരിൽ അവർ പൂർണ്ണമായ പിന്തുണ അസോസിയേഷൻ ആർട്ടമിന് തരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഈ ചേസിങ് മൺസൂൺ എന്ന ഈ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുന്നത് അതിൻ്റെ ഡയറക്ടറാണ് രാഹുൽ നാരായൺ. അദ്ദേഹം ഈ രംഗത്ത്, ടൂറിസം രംഗത്ത് വളരെയധികം തഴക്കവും പഴക്കവുമുള്ള കവായി സ്റ്റോറീസ് എന്ന പേരിൽ കയാക്കിംഗ് ഒക്കെ നടത്തി ദേശീയ തലത്തിലൊക്കെ പ്രശസ്തിയുള്ള ഒരു യൂണിറ്റ് നടത്തുന്ന പരിചയമുണ്ട്. ധാരാളം വിദേശ സഞ്ചാരികൾ വരുന്ന സ്ഥലമാണ്. അവരെ ഈ ഭാഗത്തേക്ക് കൂടി കൊണ്ടുവരാൻ നമുക്ക് എന്തൊക്കെ സാധ്യതകളുണ്ട് എന്ന് ഈ പ്രോഗ്രാമിനോടുകൂടി നമുക്ക് അത് വിശദമായിട്ട് വിവരങ്ങൾ കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും മാധ്യമ സുഹൃത്തുക്കളായ നിങ്ങളുടെ എല്ലാം പൂർണ്ണ സഹകരണം. ഇന്ന് ഓൾറെഡി ഈ പ്രോഗ്രാമിനെ പറ്റിയൊരു വാർത്ത വന്നു കഴിഞ്ഞു. അതിന് വേണ്ടത്ര പ്രോത്സാഹനം തരണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ അസോസിയേഷൻ്റെ പ്രസിഡന്റ് റിട്ടയർഡ് ബ്രിഗേഡിയർ DC അബ്രഹാമാണ്. അദ്ദേഹം മാവുങ്കാലാണ് ഇപ്പോൾ താമസം. ഞങ്ങളുടെ ഈ അസോസിയേഷനിൽ ഹോം സ്റ്റേ നടത്തുന്നവരുണ്ട്, ഫാം സ്റ്റേ നടത്തുന്നവരുണ്ട്, ഹൗസ് ബോട്ട് നടത്തുന്നവരുണ്ട്, ടൂർ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. അങ്ങനെ ടൂറിസത്തിൻ്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മയാണ്. തീർച്ചയായിട്ടും ഈ ഇക്കൊല്ലത്തെ ഈ ചേസിംഗ് മൺസൂൺ പ്രോഗ്രാമോട് കൂടി ചെറുപുഴ, പുളിങ്ങോം ഈ പ്രദേശങ്ങളിലെ ഒക്കെ വികസന സാധ്യതകൾ, ടൂറിസം രംഗത്തുള്ള വികസന സാധ്യതകൾ ലോക മാർക്കറ്റിലേക്ക് കാണിച്ചു കൊടുക്കാനുള്ള ഒരു എളിയ സംരംഭം എന്ന നിലയ്ക്ക് ഞങ്ങൾ തുടങ്ങുകയാണ്. അത് വിജയപ്രദമാക്കി കിട്ടാനുള്ള എല്ലാ സാഹചര്യവും ഒത്തുവന്നിട്ടുണ്ടെന്ന് സന്തോഷപൂർവ്വം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ കൂടുതൽ വിശദമായ വിവരങ്ങൾ നമ്മുടെ പ്രോഗ്രാം ഡയറക്ടർ ശ്രീ രാഹുൽ നാരായൺ നിങ്ങളോട് സംവദിക്കുന്നതായിരിക്കും. കുറച്ച് ആൾക്കാർ സംരംഭകരായിട്ടുള്ളവരാണ് ഇതിൻ്റെ നേതൃത്വത്തിലും എല്ലാം ഉള്ളത്. അവരെല്ലാവരും തന്നെ ചെറുകിട ടൂറിസം സംരംഭങ്ങൾ നടത്തുന്നവരാണ്. അപ്പോൾ അതിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ നമുക്കുള്ള ഒരു പ്രത്യേകിച്ച് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേരളത്തിൽ വരുന്ന ടൂറിസത്തിൻ്റെ ഏകദേശം വളരെ ചെറിയൊരു ശതമാനം മാത്രമേ വരുന്നുള്ളൂ. അതും കോവിഡിന് ശേഷം പൂർണ്ണമായും ഏകദേശം ഇല്ലാത്തത് കഴിഞ്ഞ വർഷമാണ് കുറച്ചൊരു ഉന്നമനം കാണിച്ചത്. അപ്പോൾ ആ സമയത്താണ് എല്ലാ വർഷവും നമ്മളൊരു ക്യാമ്പ് പോലെ 1-2 നമ്മൾ വെക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് എപ്പോഴും ബാക്കി മിക്കവാറും ആൾക്കാർ കാസർഗോഡ് ഭാഗത്താണ്. ഞാനാണ് പയ്യന്നൂരുള്ളത്. പയ്യന്നൂർ കവ്വായി കേന്ദ്രീകരിച്ചിട്ടാണ് എൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അപ്പോൾ അവിടെ വരുന്ന ഗസ്റ്റ് എപ്പോഴും ചോദിക്കുമ്പോൾ നമ്മൾ 1-2 ദിവസത്തെ ഒരു ഐറ്റിനറി നമ്മൾ പയ്യന്നൂർ ഭാഗത്ത് കൊടുത്താൽ കണ്ണൂർ മുതൽ കവർ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ പയ്യന്നൂർ മാത്രം നമ്മൾ ചെയ്യുന്ന ചില പയ്യന്നൂർ അമ്പലത്തിൽ തുടങ്ങി കുഞ്ഞിമംഗലം ബെൽമെറ്റൽ വില്ലേജ്, പയ്യന്നൂർ മ്യൂസിയം, കവ്വായിൽ അവസാനിക്കുന്ന പോലെയും പിന്നെ 1-2 ദിവസം അധികം ഉണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയ സ്ഥലം എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ 10-12 വർഷമായിട്ട് നമ്മൾ തിരുനെറ്റിക്കല്ലും താബൂറും എല്ലാം വരുന്നതന്നെയാണ്. അതൊരു റെഗുലറായിട്ടുള്ള ഒരു ഫ്ലോ ആക്കി എങ്ങനെ മാറ്റാമെന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചത്. എങ്ങനെയാണ് നമുക്കതൊരു സോളിഡായിട്ട് ആൾക്കാർ വന്നാൽ നമുക്ക് അടുത്തൊരു ഡെസ്റ്റിനേഷനായിട്ട് ഇങ്ങോട്ട് വിട്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു ആവറേജ് 3 ദിവസം ഒരു ടൂറിസ്റ്റ്, ഒരു ട്രാവലർ ഒരു സ്ഥലത്ത് താമസിക്കണം എന്നുള്ളതാണ്. അത് UNWTO ഒരു മാനദണ്ഡം അനുസരിച്ചിട്ട് എന്നാലാണ് ആ ഒരു ഡെസ്റ്റിനേഷന് ഡെവലപ്മെന്റ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് എന്താണ്? അപ്പോൾ അതിൻ്റെ എലമെന്റ്സ് നമ്മൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇവിടെ കണ്ടിട്ടുണ്ട്, എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ റാഫ്റ്റിംഗ് എല്ലാം നടക്കുന്നുണ്ടെങ്കിലും അതിനൊരു സർക്യൂട്ടാക്കി മാറ്റിയിട്ടില്ല. അപ്പോൾ കേവും റാഫ്റ്റിംഗെല്ലാം തന്നെ നമുക്ക് കഴിഞ്ഞ കുറേ വർഷമായി നമ്മൾ തന്നെ വന്ന് അത് പോവുകയും അതിൽ നിന്ന് തന്നെ അനുഭവിക്കുകയും അവരോടൊക്കെ സംസാരിക്കുകയും നമുക്ക് ഇങ്ങനെ ചെയ്യണം എന്നുള്ള അതിൻ്റെ ഒരു തുടക്കം എന്നുള്ള നിലക്കാണ് നമ്മളൊരു വളരെ ചെറിയൊരു ഗ്രൂപ്പിനെ കൊണ്ടുവന്ന് പഞ്ചായത്തിൻ്റെ കൂടി സഹകരണത്തോടെ, അതാണ് ആർക്കമ്മിൻ്റെ ഒരു കോർ വാല്യൂ എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ചെയ്യുന്നത്. ഇതൊരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ്, പ്രോഫിറ്റിന് വേണ്ടി ചെയ്യുന്നതല്ല. നമ്മളെല്ലാം തന്നെ നമ്മുടെ മറ്റുള്ള ജോലികൾ നീക്കി വെച്ചിട്ടാണ് ഇതിന് സമയം ചെലവിടുന്നത്. പഞ്ചായത്തുമായി സഹകരിച്ചിട്ട് കമ്മ്യൂണിറ്റി ലെവൽ ടൂറിസം പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ പഞ്ചായത്തിനോട് സംസാരിച്ചപ്പോൾ പഞ്ചായത്തിന് നല്ല താല്പര്യമുണ്ട്, DTPC കണ്ണൂർ DTPCക്കും താല്പര്യമുണ്ട്. അപ്പോൾ അങ്ങനെയാണ് 25-26 തീയതി നമ്മൾ പഞ്ചായത്ത് ഹാളിൽ തുടങ്ങി തേജസ്വിനി പുഴ കണ്ട് താബോർ റിവർ റാഫ്റ്റിംഗ്, അതുപോലെ നാച്ചുറൽ ഹിൽ, തൊട്ടപ്പുറത്ത് ചെയ്യുന്ന നാച്ചുറൽ ഹിൽ, ഇത്തരം സാധനങ്ങൾ കണ്ണൂർ ചെറിയ 24 മണിക്കൂറിനുള്ളിൽ ഇത്ര കവർ ചെയ്യാൻ
മാത്രമേ നമ്മൾ ഇൻട്രഡക്ഷൻ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും കാരണം റാഫ്റ്റിംഗ് പിന്നെ കൂർഗിലോ അല്ലെങ്കിൽ ഡണ്ടയിലോ മാത്രമേ റാഫ്റ്റിംഗ് ഉള്ളൂ. വളരെ താല്പര്യത്തോടെ അവർ വരാമെന്ന് പറഞ്ഞു. ഇനിയുള്ളത് നമുക്ക് നമ്മുടെ അടുത്ത ജോലി എന്ന് പറയുന്നത് ടൂറിസ്റ്റ് എപ്പോഴും വർക്ക് ചെയ്യുന്നത് ടൂർ ഓപ്പറേറ്റേഴ്സ് വരുമ്പോഴാണ്. നമ്മൾ ഇൻഡിവിജ്വൽ നമ്മൾ എന്ത് ചെയ്താലും പുറത്തുനിന്ന് വളരെ പുതിയ മേളകളിൽ പങ്കെടുത്തിട്ട് ഇതൊരു പ്രൊഡക്റ്റായി അവിടെ അവതരിപ്പിക്കാൻ പറ്റുന്നത് ടൂർ ഓപ്പറേറ്റേഴ്സിനാണ്. ടൂർ ഓപ്പറേറ്റേഴ്സിനെ വരാൻ പറ്റും. കണ്ണൂർ കാസർഗോഡ് ജില്ലയുടെ വിവിധ മേഖലകളിൽ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും അടുത്തായിട്ട് നമ്മൾ അടുത്ത ജലദോഷമാണ്. നമ്മുടെ പഞ്ചായത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റാഫ്റ്റിംഗ് സെൻസിറ്റീവ് എല്ലാം സഹിക്കാൻ പറ്റുന്നുള്ളൂ. മൂന്നാറിലൊക്കെ പ്രൈവറ്റ് പോലും നമുക്കിവിടെ അങ്ങനെ അത്രയും വലിയൊരു സഹിച്ചൊന്നും വരുന്നില്ല. ഏതൊരു പ്രായക്കാർക്കും ഏതൊരു ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാർക്കും ബെയറബിൾ ആയിട്ടുള്ളൊരു ക്ലൈമറ്റാണ് നമുക്കിവിടെ ഉള്ളത്. ശുദ്ധമായ വായു, ശുദ്ധമായ വെള്ളം, ഇതെല്ലാം നമുക്കുണ്ട്. ആവശ്യത്തിന് പ്രകൃതി കഴിഞ്ഞ ജീവിതത്തെ നമ്മളെ അനുഗ്രഹിച്ചിട്ട് നമുക്കത് വേണ്ട വിധത്തിൽ യൂട്ടിലൈസ് ചെയ്യാൻ മാത്രമേ വേണ്ടതുള്ളൂ. അതിന് നിങ്ങളെ കൂടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തും. നോക്കാം. മലയോരത്തിന്റെ മണ്ണിൽ ആതുര ശുശ്രൂഷ രംഗത്ത് സഹകരണ മേഖലയുടെ കയ്യൊപ്പ്. ചെറുപുഴ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ. അസ്ഥിരോഗം, ശിശുരോഗം, ജനറൽ മെഡിസിൻ, ENT വിഭാഗങ്ങളിൽ പ്രഗത്ഭരായ ഡോക്ടർമാർ. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ്, ഫാർമസി സൗകര്യങ്ങൾ. ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ, ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പി, ഫിസിയോതെറാപ്പി, NICU, PICU, ECG സൗകര്യങ്ങൾ. അത്യാധുനിക ഡിജിറ്റൽ എക്സ്റേ സംവിധാനം. ചികിത്സയ്ക്ക് ഇനി ചെലവേറില്ല. ചെറുപുഴ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിംഗിനും 04985 242140. മൊബൈൽ 6238 064141.